BDJS NDA വിടാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ NDA വിടണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു BDJSനകത്ത് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു BDJS NDA വിടില്ല. BJP ബന്ധം ഉപേക്ഷിക്കണമെന്ന് ചില പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്നത് അവരുടെ അഭിപ്രായം മാത്രമാണ്. NDA വിടണമെന്ന പ്രമേയം കോട്ടയത്തെ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരും ദിവസം BDJS പ്രതിനിധിയെ നിയോഗിക്കുമെന്നും തുഷാർ ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനെ ഒരു പ്രമേയം അങ്ങനെ ഒരു യോഗത്തിൽ വന്നിട്ടില്ല. ഞാൻ ആ മീറ്റിംഗിൽ ചെന്നതിന് ഒരു 10-20 മിനിറ്റ് നേരം അവിടെ മീറ്റിംഗിൽ പങ്കെടുത്ത് പോയി. ആ സമയത്ത് അങ്ങനെ ആ സമയത്തല്ല, അതിന് ശേഷവും അതിന് മുമ്പും അങ്ങനെ ഒരു പ്രമേയം വന്നിട്ടില്ല. പ്രമേയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതെന്ന് പറയുന്നത്, കാര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാം. പഞ്ചായത്ത് തലം മുതലുള്ള ജില്ലാ തലം വരെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, സംസ്ഥാന നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് തലത്തിലുള്ള ചില നേതാക്കന്മാർ അവർക്ക് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതുകൊണ്ട് മറ്റൊരു രീതിയിൽ കൂടെ ആലോചിച്ചുകൂടെ എന്നുള്ള തരത്തിലുള്ള ചർച്ച വന്നു എന്നുള്ളതല്ലാതെ ഒരു NDA നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു ഏതെങ്കിലും LDF UDF പോകണം എന്നുള്ള തീരുമാനം അവിടെ എടുക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയോ ഉണ്ടായിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, തുഷാർ കാര്യങ്ങളൊക്കെ മയപ്പെടുത്തി പറയുന്നുണ്ട്, പക്ഷെ അത്ര മയപ്പെട്ടല്ല. ഈ പ്രമേയം അവതരിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ കാണിച്ചതാണ്. അന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ BDJSന്റെ പഞ്ചായത്ത് പ്രതിനിധിയല്ല, കോട്ടയം ജില്ലാ പ്രസിഡന്റ് തന്നെ നമ്മളോട് പറഞ്ഞതാണ്, ഈ മുന്നണിക്കകത്ത് അവഗണനയാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിടണം എന്നൊരു അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞതാണ്. കാര്യങ്ങൾ മയപ്പെടുന്ന തരത്തിൽ BDJSുമായൊരു BJP തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ NDA തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തുഷാർ ഹാപ്പിയാണ്, ഇങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, കഴിഞ്ഞ 9 വർഷക്കാലമായി NDAയോടൊപ്പം ചേർന്ന് പോകുന്ന പാർട്ടിയാണ് BDJS. പക്ഷേ നമുക്കറിയാം, പല ഘട്ടത്തിലും അതിനുള്ളിൽ തന്നെ NDAയ്ക്കുള്ളിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണനയുടെ അത് പുകയുകയും പിന്നീട് അത് പ്രതികരണങ്ങളായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന BDJSന്റെ യോഗത്തിൽ NDA വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തത് BDJS സംസ്ഥാന നേതാക്കന്മാരടക്കം പങ്കെടുത്ത തുഷാറിന്റെ സാന്നിധ്യത്തിലുള്ള യോഗത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രമേയം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ നമ്മൾ കാണുമ്പോൾ തുഷാർ ആ ഒരു നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചിരുന്ന അതിർത്തിയാണ്. അതായത് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്കടക്കം ആദ്യഘട്ടത്തിൽ BDJS പ്രതിനിധി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റുകയും അത് നൽകുകയും ചെയ്തിരുന്നില്ല. ഇത് വലിയ അതിർത്തി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത്, സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ BDJS പ്രതിനിധി എത്തുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുമ്പോൾ അതിനകത്തൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അത്തരത്തിലൊരു അനുനയ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു തുഷാർ ഉറപ്പിച്ച് പറഞ്ഞു, NDA വിടുക എന്നുള്ള ഒരു ആലോചന BDJS സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഇല്ല. മാത്രമല്ല, തങ്ങൾ മുന്നണിയിൽ തൃപ്തരാണ്. ചില പ്രാദേശിക നേതാക്കന്മാർ അവരുടെ അഭിപ്രായം, ചില ബുദ്ധിമുട്ടുകൾ മുന്നണിയിൽ നിന്നുണ്ടായതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നതിനപ്പുറം അവർ മറ്റുള്ളവർ ഇതിനകത്ത് തൃപ്തരാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളടക്കം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 1-ാം തീയതി അടിയന്തര യോഗം BDJSന് ചേരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതൊരു സാധാരണ യോഗം മാത്രമാണ് എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. UDFലേക്കോ LDFലേക്കോ പോകുന്നതിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ തങ്ങൾ ചിന്തിച്ചിട്ടേയില്ല. മാത്രമല്ല, ഉടനെ തന്നെ അധികാരത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിലല്ല, അല്ലെങ്കിൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല NDAയിലെത്തിയത്. പടിപടിയായി NDA വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ NDA വിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും BDJS ഉന്നയിച്ച വിഷയങ്ങളിൽ, അല്ലെങ്കിൽ അവർ പങ്കുവച്ച അതിർത്തികളിൽ പരിഹാരം കണ്ട സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തടക്കം BDJS പ്രതിനിധിയെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ തുഷാർ നിലപാട് അറിയിക്കുന്നു. തൽക്കാലം NDA വിടാൻ BDJS ആലോചിക്കുന്നില്ല. BDJSനെ വേണ്ട രീതിയിൽ തന്നെ NDA പരിഗണിക്കുന്നുണ്ട് എന്നതാണ് തുഷാറിന്റെ നിലപാട്. കോട്ടയം സമ്മേളനത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ തുഷാർ പാടെ തള്ളിക്കളയുകയാണ്. മറ്റു വാർത്ത